ഹലോ ഗൈസ്, ആനി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1153 ബ്രീഫ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആനിമി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമുക്ക് നേരെ സ്പോയിലേഴ്സിലോട്ട് കടക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ഗുഡ് ഡേ മെർമെയ്ഡ് എന്നാണ്. അതുപോലെ തന്നെ കവർ പേജ് ഒരു കളർ സ്പ്രെഡ് ആണ്. സ്ട്രോ ഹാറ്റ് ക്രൂവും അതുപോലെ തന്നെ കുറച്ച് എലിഫന്റ്സിനെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സ്പോയിലേഴ്സിൽ പറയുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മുടെ സാഞ്ചി ആ ഒരു ജയന്റ് വില്ലേജിൽ എത്തുകയും സാസ എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട്, അതായത് സാസ എന്ന് പറയുന്ന ആ റെയിൻ ഗോഡസുമായിട്ട് നമ്മുടെ സാഞ്ചി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ലോക്കിയും റാഗ്നിയറും ചേർന്ന് ഇമ്മുമായിട്ടുള്ള ആ ഒരു ഫൈറ്റാണ് കാണിക്കുന്നത്. ഇപ്പോഴും അവർ ആ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ഫൈറ്റിനിടയിൽ നമ്മുടെ ഇമു പറയുന്നുണ്ട് നീക്കയും നിതോഗും ഡോസനെ പോലെ മരിക്കും എന്നുള്ള കാര്യം. ഇവിടെ നമ്മുടെ ഇമു പുതിയൊരു ക്യാരക്ടറിനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ ബ്രൂക്കിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നമ്മുടെ ബ്രൂക്കിൻ്റെ ഫേസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് എസ്പീര എന്ന് പറയുന്ന കിങ്ഡത്തിൽ ജീവിച്ചിരുന്ന ബ്രൂക്കിനെയും പ്രിൻസസ് ഷ്യൂരി എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബ്രൂക്കിനാണെങ്കിൽ അന്ന് 20 വയസ്സ് മാത്രമായിരുന്നു പ്രായം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു പ്രിൻസസ് ഷ്യൂരി എന്ന് പറയുന്ന ക്യാരക്ടറിനാണെങ്കിൽ 7 വയസ്സ് മാത്രം കൂടിയായിരുന്നു പ്രായമുണ്ടായിരുന്നത്. ആ ഒരു രാജ്യത്തിൻ്റെ ബാറ്റിൽ കോൺവോയുടെ ലീഡർ ആയിരുന്നു നമ്മുടെ ബ്രൂക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ. ഒരു ദിവസം ഒരു ഗ്യാങ്സ്റ്റർ വന്ന് ആ ഒരു രാജ്യത്തിൻ്റെ രാജ്ഞി അറ്റാക്ക് ചെയ്യാൻ പോയ സമയത്ത് നമ്മുടെ ബ്രൂക്കായിരുന്നു ആ ഒരു ഗ്യാങ്സ്റ്ററിനെയും അദ്ദേഹത്തിൻ്റെ സിൻഡിക്കേറ്റിനെ വരെ ഡിഫീറ്റ് ചെയ്ത് കളഞ്ഞത്. ബ്രൂക്ക് അവൻ്റെ രാജ്യത്ത് വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ആ രാജ്യത്തിൻ്റെ രാജ്ഞിയുടെ അത്രയും ഫേമസ് ആയിരുന്നില്ല. ആ ഒരു രാജ്ഞിയുടെ പേരായിരുന്നു കാൻഡിൽ. എക്സ്പീരിയ കിങ്ഡത്തിൻ്റെ ഡിഫൻസ് കോൺവോയുടെ ഫോർമർ ലീഡറും കൂടിയായിരുന്നു ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രമാണ് ഈ ഒരു സ്പോയിലേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് ബ്രേക്കില്ല എന്നുള്ള കാര്യവും ഇതിൽ പറയുന്നുണ്ട്. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആനിമി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.